ഞങ്ങൾ കാറ്റഗിസം കൂടി, ഞങ്ങൾ ആ സെമിനാറിന് പോയി, ഈ പ്രാർത്ഥന കൂടാൻ പോയി, അവിടെ പോയി മെഴുകുതിരി കത്തിച്ചു, ഇതൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നല്ലോ കർത്താവേ, അപ്പൊ നീ ഞങ്ങളെ അറിയത്തില്ലെന്ന് പറഞ്ഞ അങ്ങനെ ശരിയാകുന്നത്? അതായത് നമുക്ക് കർത്താവിനെ അറിയാമോ എന്നതല്ല വിഷയം, കർത്താവ് നമ്മളെ അറിയുന്നുണ്ടോ? കർത്താവ് നമ്മളെ അറിയുന്നുണ്ടോ? അവൻ അറിയാൻ പാകത്തിലൊരു ജീവിതമായിട്ട് ജീവിക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ഇനഫ് ദാറ്റ് വി നോ ഹിം. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ഹീ നോസ് അസ്. അവൻ നമ്മളെ അറിയുന്നുണ്ടോ? എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും, എല്ലാ പഠനക്രമങ്ങളും, എല്ലാ വിധികളും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരെ നിങ്ങളോട് എനിക്കുള്ള നിഷേധത്തിൻ്റെ ഇഷ്ടക്കേടിൻ്റെ കാരണം എന്താണെന്ന് ഈശോദാ ഇവിടെ പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ആക്ച്വലി നമ്മളിൽ കുറേ പേര് വിധിക്കപ്പെടാൻ പോകുന്നത് ഈ വാക്കിലാണ്. ഭക്തനാണെന്ന് ചോദിച്ചാൽ ഭക്തനാണ്, ഡിവോട്ടിയാണ്, പ്രാർത്ഥനകൾ ഒത്തിരി ചെല്ലുന്നുണ്ട്, കുർബാന മുടക്കുന്നില്ല, കുർബാന അർപ്പണമൊക്കെ ഏറ്റവും നമ്മുടെ കോറാണ്, നല്ലത്, കുർബാന മുടക്കുന്നില്ല, ഭക്താനുഷ്ഠാനങ്ങളൊന്നും മുടക്കുന്നില്ല, എല്ലാ പള്ളിയിലും പോകും, എല്ലാ ധ്യാന കേന്ദ്രത്തിലും പോകും. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ നേരെ കർത്താവ് പറയാൻ പോകുന്നൊരു ചോദ്യത്തിൻ്റെ പിടച്ചിൽ ഇപ്പോഴേ നമുക്കുണ്ടാകണം. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുവിൻ. അതായത് ഇതെല്ലാം ഭംഗിയായി ചെയ്തിട്ടും ഇപ്പുറത്ത് നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നത് അനീതിയുടെ പ്രവർത്തനങ്ങളിലാണോ? നീതിപൂർവം ജീവിക്കാൻ പറ്റിയോ? നീതിപൂർവം ജീവിക്കാം. ആക്ച്വലി നമ്മൾ ഈ അർപ്പിക്കുന്ന കുർബാനയും നമ്മൾ ഈ ചൊല്ലുന്ന പ്രാർത്ഥനയും നമ്മുടെ എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും നമ്മളെ എത്തിക്കേണ്ടിയിരുന്നത് നീതിപൂർവമായ ധർമാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്കാണ്. അതിലെത്താതെ പോയെങ്കിൽ ഇപ്പുറത്ത് ഒരു കൾട്ടിക് റിലീജിയൻ്റെ മാത്രം ഭാഗമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോയെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കാരണത്താലേ നമ്മൾ പുറത്താക്കപ്പെടും. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുവിൻ. യുവത്വത്തിൽ തന്നെ നമ്മുടെ കർത്താവിനെ കണ്ടെത്താൻ, കർത്താവിൻ്റെ സഭയിൽ അഭിമാനത്തോടെ അംഗമാകാൻ, സന്തോഷത്തോടെ ഈശോയെ ആരാധിക്കുന്നവരാകാൻ ഓഗസ്റ്റ് 14 തൊട്ട് 17 വരെ നടക്കുന്ന ഡേവിഡ് റിട്രീറ്റിലേക്ക് എല്ലാ യുവജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും.